ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് നമ്മളങ്ങനെ ഇന്നെന്തായാലും കളിക്കാനായിട്ട് പോകണം നമ്മുടെ സ്വന്തം GFSP സിറ്റി. ഇതെന്താ ബോർഡിനൊക്കെ ഒരു മാറ്റം? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ട ഗൈസ് നമ്മുടെ ക്യാരക്ടറിനെ കണ്ട എന്നാ ലുക്കല്ലേ ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവൽ ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്തായാലും തേർഡ് പേഴ്സൺ ഇട്ടെന്നാലും ഫസ്റ്റ് നമ്മളെന്തായാലും നമ്മുടെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണമെന്ന് വെച്ചാൽ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാരക്ടറൊക്കെ നമ്മൾ പുതിയതായിട്ട് സെറ്റാക്കി എടുത്ത നമ്മുടെ ക്യാരക്ടറാണ് കേട്ടോ. എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും സെറ്റാണ് കേട്ടോ നമ്മുടെ ക്യാരക്ടർ. ഇതെന്തോളം അപ്പുറത്ത് വലിയ കുഴിയൊക്കെ ഗായ്സ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവിച്ചത് എനിക്കൊരു ഐഡിയ തന്നെ അതിലില്ല കേട്ടാ. ഈ സ്ഥലത്തിനൊക്കെ എന്തോ ഒരു മാറ്റങ്ങൾ പോലെ ഗൈസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വിശ്വാഘോഷിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ കണക്കായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ഓട്ടം അടപ്പുണ്ട് അവനൊറ്റ. എൻ്റെ അമ്മച്ചി, എടാ ഇത് ഷിൻചാൻ്റെ വീടുന്ന സ്ഥലമല്ലേ? ഓ ഗൈസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ വിഷു ആഘോഷിച്ചില്ലേ? അപ്പോൾ ഇവിടെ അവൻ്റെ വീട് മൊത്തം പൊട്ടിയില്ലേ? അതവൻ കണ്ടെന്നു ഗൈസ്. അപ്പോൾ അവൻ്റെ വീട് മൊത്തം അവൻ അടിച്ച് പൊട്ടിച്ചതായിരിക്കും ഗൈസ്. ഓക്കെ, പക്ഷെ ഇവിടെ നിന്ന് ലെവൽ ഔട്ട് ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, അത് നമുക്കെല്ലാം ചെയ്യാം ഗൈസ്. ഓക്കെ, പിന്നെ വേണ്ട സിറ്റിയുടെ ഇവിടെ കുറച്ച് ഭാഗം പൊട്ടി ഗൈസ്. ഓക്കെ, അല്ലടാ എന്താ അവസ്ഥ എൻ്റെ മോനെ. എടാ ഇവിടെ ഉണ്ടായിരുന്ന സാധനം അല്ലാതെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല, അത് സാധനം ഇവിടെ പോയി. എല്ലാവരും നമ്മുടെ സിറ്റിയിലുള്ള എല്ലാവർക്കും കിടക്കാനുള്ള അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഓക്കെ, ആ അപ്പാർട്ട്മെന്റാണ് ഇപ്പൊ കാണാനും ഇല്ല ഗൈസ്. ഓക്കെ, ഏവനും അതിന്റെ വെടി തീർന്നു കേട്ടാ. എൻ്റെ മോനെ നമ്മുടെ ബോർഡൊക്കെ മാറിയ GFSP ഇത് കൊള്ളാം കേട്ടോ. നേരത്തെ ബോർഡിനേക്കാളും കൊള്ളാം. എന്നാലും മറ്റേ അപ്പാർട്ട്മെന്റ് പൊളിച്ചാൽ അത് വൃത്തിയായിട്ട പരിപാടിയായി. സത്യം പറയാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പാർട്ട്മെന്റ് പൊളിച്ചാൽ ഒട്ടും ശരിയല്ല. ഞാൻ വൃത്തിയായിട്ട പരിപാടിയെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഓ അത് ശരി. അപ്പം ഇത് പിഞ്ചനായിരിക്കും പൊളിച്ചതെന്ന് വെച്ചാൽ കേട്ടോ. കാരണം പിഞ്ചന്റെ പ്ലോട്ട് നേരത്തെ ഇതുവരെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം അത് അവൻ്റെ പ്ലോട്ട് വലുതാക്കാൻ വേണ്ടി അവൻ നീക്കിയതായിരിക്കും. ഓക്കെ, എന്നിട്ട് അവൻ പൊളിച്ചതായിട്ട് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അത്രയും സ്ഥലം വിട്ടത്. ഓക്കെ, സത്യം പറഞ്ഞ അപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഇവിടെ നിന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ. ഓക്കെ, എന്താണത് അപ്പാർട്ട്മെന്റ് അവൻ പൊളിച്ചളഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വേണ്ട വലിയൊരു മണ്ടക്കുഴി ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ഷിൻചാൻ ലെവൽ ഔട്ട് ചെയ്യാൻ ഇട്ടിരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് പിന്നെ എപ്പോഴും ലെവൽ ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഏരിയയിൽ വേണ്ട ഒരു കുഴി. ഓക്കെ, എടാ അത് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയ സമയത്ത് ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ വീടിനിപ്പോൾ ഏതോ അവസ്ഥയിലാണ് അതൊക്കെ. ഇവിടെ ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇതെന്താണോ ഓക്കെ നമ്മുടെ ബോർഡ് കൊള്ളാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ. പഴയ ബോർഡ് മാറ്റിയിട്ടൊക്കെ മിക്കവാറും അപ്പാർട്ട്മെന്റ് നശിച്ചിറങ്ങിയപ്പോൾ ആ ബോർഡ് കൂടെ പോയി കാണാം. എല്ലാവരും പുതിയത് ഉണ്ടാക്കിയിട്ടാ. എൻ്റെ മോൻ ഇവിടെ പുതിയ എൻട്രി പോയിന്റ് ഇത് ഏതായാലും കൊള്ളാണ്ട്. എനിക്ക് എൻട്രിയുടെ ഈ സംഭവം ഇഷ്ടപ്പെട്ടാണ്. അത് നൈസായിട്ട് ഏതായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ മോനെ ഗ്രാനിയുടെ പ്ലോട്ടിൻ്റെ ഇവിടെ കണ്ട ഗൈസ്. ഇവിടെ ഒരു കുതിര നിൽപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് ലെഡാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് കെട്ടിയിടാൻ ഫെൻസ് വേണം. ഫെൻസിൽ. ഓക്കെ, കുതിര ഇവിടെ തന്നെ ഒക്കെ കാണുമല്ലോ. പിന്നെ എപ്പോഴും പിടിക്കണ്ട. ഗ്രാനിയുടെ പ്ലോട്ടുണ്ട്. ഇവിടെ ആരും വലുതായിട്ട് വീടൊന്നും വെച്ചില്ല കേട്ടാ. ഗ്രാനിയുടെ ഈ പ്ലോട്ടിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ കേട്ടാ. അതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് തന്നെ ഉണ്ട് കേട്ടാ. അതെന്നാലും എൻ്റെ മോനെ എടാ മീൻ കുഞ്ഞുങ്ങള് ഹൈ അക്വേറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കേസൊക്കെ. അതേതായാലും കൊള്ളാം കേട്ടോ. എൻ്റെ മോനെ ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഓക്കെ, അതിപ്പോൾ ഏതായാലും കൊള്ളാം കേട്ടോ. അയ്യോ, ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഞാൻ ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊളിച്ചിറങ്ങല്ലോ. നമുക്കപ്പം എന്തായാലും ഇല്ലേ, നേരെ നമുക്ക് എന്തായാലും നമ്മുടെ പ്ലോട്ടിലോട്ടൊന്ന് പോവാം ഗൈസ്. ഓക്കെ, നമ്മുടെ വീട് ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പൊളിച്ചളഞ്ഞ. നമുക്കെന്തായാലും നമ്മുടെ ഹായ് സൂപ്പർ വീടാരും പണി വെച്ചേക്കണല്ലോ എനിക്ക്. എടാ അടിപൊളിയുടെ കിടില വീട്. അയ്യേ ഇതെന്താടാ എടാ, ഇത്രയും നല്ല അടിപൊളിയായിട്ട് വീടുണ്ടാക്കി വെച്ചിട്ട് ബ്ലോക്ക് തീർത്ത് പോയതാ. ഡയറക്റ്റൊക്കെ വെച്ചവിടെ പണിഞ്ഞേക്കണ്. എടാ ഇത്രയും നല്ല കിടില വീട് ആരുടെ എനിക്ക് ഉണ്ടാക്കി തന്നത്? അടിപൊളി ചേട്ടാ, നല്ല വലിയ വീട് കേട്ടാ. പക്ഷെ വീടിൻ്റെ അകത്ത് എന്താ ഭയങ്കര ഇരുട്ട്. എൻ്റെ മോന് നമ്മുടെ പ്ലോട്ട് അപ്ഗ്രേഡ് ആയി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ ഷിൻചാൻ്റെ വീടിൻ്റെ അവിടെ നമ്മൾ വിഷു ആഘോഷിക്കാൻ വന്ന സമയത്ത് നമ്മുടെ പ്ലോട്ട് അത്യാവശ്യം നമ്മുടെ വീടൊക്കെ ആരും പൊളിച്ചളഞ്ഞ് ഇവിടെ മൊത്തത്തിൽ അത്യാവശ്യം നമ്മുടെ പ്ലോട്ട് വലുതാക്കിയിട്ട്. ഇപ്പം നമ്മുടെ ഈ വീട് പണിയാനെന്ന് തോന്നി അല്പം കൂടെ നമ്മുടെ പ്ലോട്ടൊക്കെ വലുതാക്കിയിട്ട്. ഇവിടെ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ട്, അത് പിന്നെ എപ്പോഴും പണിയാം. എന്നാൽ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേസ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് ഞാൻ എന്തായാലും പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ,
ഇവിടെ വെച്ചാലേ തുറക്കും ഗൈസ്. ഓക്കെ വാ വാ ഓക്കെ. വെളിയിൽ സോംബികളുണ്ട്. അയ്യോ ഇതെന്താ അലമ്പ. ഈ വീടെന്താ ഫുള്ള് കാലിയാ. ഓക്കെ ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ മറ്റേ ഇതിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇരിപ്പുണ്ട്. ഓക്കെ ചുമ്മാ കത്തിക്കാം, അവിടെ ഒന്നും പറ്റൂല ഗൈസ്. ഓക്കെ എടി ഈ വീട് അവർ ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇനി ഇൻറ്റീരിയർ ഒന്നും ചെയ്തില്ലേ. ആരും എനിക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ, പക്ഷെ പണി തീർന്നില്ല വീടിൻ്റെ. ഇതെന്താ ഗ്രാസൊക്കെ വച്ചേക്കണ അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് വീട് ഉണ്ടാക്കിയിട്ട് ഗ്രാസൊക്കെ. ഓ ഇത് നമ്മുടെ റൂമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൂമിലോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ റൂമിലോട്ടൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ മോൻ അടിപൊളി കേട്ടോ. ഓക്കെ നല്ല കിടില റൂമാണല്ലോ എനിക്ക് ഉണ്ടാക്കി തന്നേക്കണത്. ഓക്കെ കിടില. ഇതെന്തോടെ എന്താ ഇപ്പൊ അടി. ഇതൊരു ട്രോള് ഹൗസ് ആയിരുന്നാ എടാ. അതുകൊണ്ടാണ് എടാ ഒരു അടക്കവും ചിട്ടയില്ലാതെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇതൊരു ട്രോൾ ഹൗസ് ആയിരുന്നല്ലേ. നമ്മളെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു കേട്ടാ. നമ്മൾ പക്ഷെ ചത്തില്ല. നമ്മൾ ക്രിയേറ്റിവിറ്റി മോഡായിട്ട് ചത്തില്ല. എടാ ഇതൊരു ഇവിടെ അടുത്ത റൂം. ഓക്കെ പ്രഷർ പ്ലേറ്റിലില്ല. ഇല്ല ഇല്ല ഓക്കെ ഇവിടെ ഇത്രയും നല്ല സൂപ്പർ. ഓ ഇവിടെ ഗ്ലാസ് ഒക്കെ അടിപൊളി കേട്ടോ. എടാ ഞാൻ പറയട്ടെ ഇത്രയും നല്ല അടിപൊളി വീട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ട്രോളും കൂടെ ഇട്ട് വൃത്തിയായിട്ട് പരിപാടിയല്ലേ ഇതൊക്കെ. എന്താണല്ലേ ഇത് ഇത്ര നല്ല കിടിലൻ വീട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ട്രോൾ ചെയ്തെന്ന് വെച്ചാൽ എന്താ അവസ്ഥയാണ്. ഞാൻ സത്യം പറയാൻ പേടിച്ചു കേട്ടാ. TNT ആയിരുന്നല്ലോ അടിയിലൊക്കെ. അടിയിൽ TNT ആയിരുന്നു ഇതൊക്കെ. എൻ്റെ ഇലക്ട്ര ഇരിപ്പുണ്ട്. ഓക്കെ ഇലക്ട്ര എന്താ ഇലക്ട്ര ഓൾറെഡി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലൊക്കെ. നമുക്കിങ്ങനെ പറക്കാനുള്ള സംഭവമാണ്. ഓക്കെ എൻ്റെ മോൻ എന്തായാലും ഇത് അല്പം ഇച്ചിരി വൃത്തിയായിട്ട് പരിപാടിയായി പോയിട്ട്. ഇത്രയും നല്ല അടിപൊളിയായിട്ട് എനിക്ക് വീടുണ്ടാക്കി തന്നിട്ട് ആ വീടൊരു ട്രോൾ ഹൗസാക്കി മാറ്റിയെന്ന് വെച്ചാൽ അത് അല്പം മോശം പരിപാടിയായിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ. അത് ഇത്തിരി വൃത്തിയായിട്ട് പരിപാടിയായിപ്പോയി. ഇതെന്താണല്ലോ തുറക്കാനും പറ്റുള്ള. ഓ നമ്മളിപ്പോൾ വീടിൻ്റെ അത് ശരി. അപ്പം അതുകൊണ്ടാണല്ലോ ഇവിടെ മൊത്തം ഗ്രാസൊക്കെ ആയിട്ടിരുന്നത്. അത് ശരി. ഇതുണ്ടാക്കിയവൻ്റെ ബുദ്ധി അപാരം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് ഉറങ്ങി രാവിലെ ആക്കാം. എന്തായാലും എനിക്ക് ഉണ്ടാക്കി തന്ന വീട് എന്തായാലും കൊള്ളാം കേട്ടാ. എടാ ഇത് എൻ്റെ വീടാ ചെലന്തിയുടെ വീടാ. എൻ്റെ വീട്ടിൽ മൊത്തം ചെലന്തിയാണല്ലോ. ഇതിൻ്റെയൊക്കെ ശല്യം കാരണം നമ്മുടെ സിറ്റി നമ്മൾ മുകളിലോട്ട് പൊക്കി പണിയാനുണ്ട്. എന്നിട്ട് അത് ഇപ്പോഴും ഇവിടെ മുകളിലാണ്. എൻ്റെ മോൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി. അയ്യോ ഓ ഇപ്പം ചത്തേനൊക്കെ. ഇത്രയും കിടിലനായിട്ട് വീട് ഉണ്ടാക്കി തന്നിട്ട് അതിന് ട്രോൾ ഹൗസാക്കി മാറ്റി. ഓക്കെ എന്തോ അവസ്ഥയാണല്ലേ. എന്ത് വൃത്തിയായിട്ട് പരിപാടിയാണല്ലോ ഇവർ ചെയ്തു വെച്ചത്. ഇതൊക്കെ ഇത്രയും നല്ലതായിട്ട് വീടുണ്ടാക്കിയിട്ട് അത് ട്രോൾ ഹൗസാക്കി മാറ്റി. ഓക്കെ പക്ഷെ അത് വേണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അത് ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയായിപ്പോയി. ഓക്കെ ബൈ ദ വേ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത് ട്രോളാക്കി നമുക്ക് തന്ന വീടല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അങ്ങ് നമ്മുടെ സ്വന്തം പെർമനൻറ്റ് ഹൗസാക്കി മാറ്റിയാലേ. നമുക്കെന്തായാലും ഒരു വീട് പണിയണം കേസ്. അതുകൊണ്ട് തന്നെ ആയിട്ടില്ലേ നമുക്ക് ഈ വീടില്ല അത് നൈസായിട്ട് അങ്ങ് ഒരു പെർമനൻറ്റ് ഹൗസാക്കി അങ്ങ് മാറ്റാം കേസ്. ഞാൻ എന്തായാലും ഈ വീടില്ല ഒരു വീട്ടിലെ പെർമനൻറ്റ് ഹൗസാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയല്ലേ ഈ ഗ്രാസിൻ്റെ ഈ സംഭവം ഒന്ന് പണി അവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഡാമേജൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. ഓക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞൊരു ട്രോൾ ഹൗസ് സത്യം പറയില്ല ഇതൊക്കെ. അതാണ് കോമഡി എന്ന് വെച്ചാൽ കേട്ടാ. കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല കേസ് ഇതൊരു ട്രോൾ ഹൗസ് ആണെന്നൊക്കെ. പക്ഷേ ഇതൊരു ട്രോൾ ഹൗസ് ആണ് കേസ്. ഓക്കെ ആരും എനിക്കിട്ട് പണിയാനായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. ഓക്കെ എന്തായാലും ഇത്ര അടിപൊളിയായിട്ട് പണിയാൻ സംഭവിക്കണം കേട്ടോ. ആരാണ് അതൊക്കെ ഷിൻജാനോ വല്ലവനായിരിക്കും കേട്ടാ. എടാ ഷിൻജാൻ അറിഞ്ഞാൽ കേസ് ഞാനാണ് അവൻ്റെ വീട് പൊട്ടിച്ചതെന്നൊക്കെ. എന്നാൽ പിന്നെ പണി പാളും കേസ്. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ ഡേർട്ടുകളെല്ലാം പൊട്ടിച്ചിട്ടുണ്ടോ. ഇവിടെ ഡേർട്ടാണ് എല്ലായിടത്തും ഡേർട്ടാണല്ലോ. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഈ ഗ്രാസിൻ്റെ ഈ സംഭവം ഇതങ്ങ് പൊളിച്ചണം കേസ്. ഓക്കെ അടുത്ത വീട്ടിൽ നിങ്ങൾ വായിക്കുക കേസ്. ഈ ട്രോള് വെച്ചവനല്ലേ. ഓക്കെ ഈ ട്രോള് വെച്ചവൻ്റെ മുമ്പിലിട്ട് തന്നെ ഞാൻ ഇതൊരു വീടാക്കി കാണിക്കും കേസ്. ഓക്കെ അപ്പം വിചാരിച്ച് നമ്മളിത് ട്രോള് വീഴുമ്പോൾ നമ്മളിത് മൊത്തം TNT ഇട്ട് പൊട്ടിക്കുന്നത്. ഓക്കെ ഇത്രയും നല്ല വീട് ആര് പൊട്ടിക്കും കേസ്. ഓക്കെ നമുക്കിത് എന്തായാലും അടുത്ത വീട്ടിൽ ഞാൻ നല്ലൊരു കിടില ഹൗസാക്കി മാറ്റാം. നോക്കിക്കോ കേസ്. ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളതായിട്ട് എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് നല്ലൊരു കിടില ട്രോള് കിട്ടി കേസ്. ഓക്കെ ചെറിയൊരു ട്രോളായിരുന്നു, അത്രയും വലുതൊന്നും അല്ല കേട്ടോ. വീടിന് ഡാമേജ് ഇല്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സ്വന്തം വീടാക്കി കളയാൻ കേസ് നല്ല കാര്യമായിട്ട്. ഓക്കെ കാരണം നല്ലൊരു വീടാണ് കേട്ടോ. നല്ലൊരു ഡിസൈനാണ്, നല്ലൊരു വലിയൊരു വീടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ ഇരിക്കുകയായിരുന്നു. ഓക്കെ ആ സമയത്തായിട്ടാണ് എനിക്ക് നല്ലൊരു വീട് ആരോ ട്രോളായിട്ട് കൊണ്ട് വെച്ചത് കേസ്. ഓക്കെ ഇത്രയായിട്ട് ആരെയും നമ്മുടെ ചാനൽ ഇത്രയായിട്ട് ആരെയും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവും കേട്ടോ. പുതിയൊരു കിട്ടുന്ന വീഡിയോ വീണ്ടും വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.